കൊച്ചുമക്കൾക്ക് വേണ്ടിയാ, അല്ലയോ? അന്നു പൊന്നമ്മച്ചി ഇന്നലെയും ദൈവത്തോട് പറഞ്ഞു, തമ്പുരാനെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ 2 കൊച്ചുമക്കളും യേശുവിന്റെ പൈതങ്ങളായി തീരണം. എന്നോട് യേശു പറയുന്നത് എന്താണെന്നറിയാമോ? കൊച്ചുമക്കൾ 2 പേരും ഇപ്പൊ ജയിലിലാ. യേശു ഇപ്പൊ ജയിലിൽ ഇറങ്ങാൻ പോവാ. കൊച്ചുമക്കളെ വിടുവിക്കാൻ പോവാ. ജയില് തുറക്കാൻ പോവാ. കൈ അടിക്കാൻ പറ്റുന്നവരെ കൈ അടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവരെ യേശുവേ എന്നൊന്നാദരം തുറന്ന് വിളിച്ച്. എന്നോട് യേശു പറയുന്നത് എന്തുവാന്നറിയാമോ? നിന്നെ ഈ കൈ കൊണ്ട് കൊച്ചുമക്കളെ ഒത്തിരി നീ എടുത്ത് ഊട്ടിയതാ. സത്യം. ഈ അമ്മയുടെ കണ്ണിൽ കൂടെ കൂടുകൂടാ കണ്ണുനീര് വരുന്നേ കണ്ടോ? ഈ അമ്മയുടെ 2 കൊച്ചുമക്കളും പെന്തിക്കോസ് വീട്ടിൽ ജനിച്ച. സത്യം. പെന്തിക്കോസ് ആരാധനയ്ക്ക് ആക്റ്റീവായിരുന്നു. ഇപ്പൊ പിന്മാറി. ജയിലില്ല. 2 മക്കളും ഇപ്പൊ ജയിലില്ല. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അമ്മമാര് ജയിലിൽ നിന്ന് ഇറങ്ങി വരും. വിളിക്കാൻ പറ്റുന്നവരെ യേശുവേ എന്നൊന്ന് വിളിച്ച. അമ്മേ, മോളെ, നല്ലായിട്ട് ജീവിച്ച തകർന്നുപോയ ജീവിതം അല്ലേ? തകർന്ന ഈ വീട് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. കോട്ടയം സെൻട്രൽ ജയിലില്ല. 22, 20 വയസ്സുള്ള 2 പിള്ളേരേ ഉള്ളൂ. 2 പേരും ജയിലില്ല. നമ്മളിപ്പോ പെന്തിക്കോസുകാരുടെ കാര്യമായി പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം. ആ കുഞ്ഞുങ്ങൾ പെന്തിക്കോസ് വെറുത്തു പോയതാ. അവര് എലോഹിമിൽ കയറി സാക്ഷ്യം പറയണം. യേശുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടുവരണം. വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ വിളിച്ച്. ഇന്ന് രാവിലെ ഒരു നാമമുണ്ട്, ഉയർച്ചയുള്ള ഒരു നാമമുണ്ട്. അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നോ? ഇഷ്ടമല്ല. അവരെ ശപിച്ചിട്ടുണ്ട്. നിന്റെ പിള്ളാരെ കൊണ്ട് അനുഭവിച്ചിട്ടില്ലല്ലോ. പിള്ളാരെ കൊണ്ട് അടുപ്പിച്ചു. മൂത്ത മോനെ കൊണ്ട് അടുപ്പിച്ചു. തിരിച്ചു വരണ്ടേ? നമ്മൾ പ്രാർത്ഥിച്ചാൽ തിരിച്ചു വരും. കാലേബും ജോഷുവയും പിള്ളാരുടെ പേരാ. കാലേബും ജോഷുവയും ഇപ്പൊ കിടക്കുന്നത് 22ഉം 20ഉം വയസ്സ്. 22ഉം 20ഉം വയസ്സുള്ള 2 പൊന്നോമന മക്കള് കോട്ടയം സെൻട്രൽ ജയിലിൽ കിടക്കുക. മാറണോ ദൈവമക്കളെ? ഇത് മാറണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലേ പറ്റൂ. നമ്മൾ എഴുന്നേറ്റാലേ പറ്റൂ. നമ്മൾ ദൈവത്തെ സ്തുതിച്ചാലേ പറ്റൂ. അമ്മ, ഞാനിപ്പോ പ്രാർത്ഥിക്കും. ഞാൻ ജോഷുവയും കാലേബും തിരിച്ചു കൊണ്ടുവരും. എലോഹിമി അവര് വരും. അവർ യേശുവിന്റെ നാമത്തെ ഉയർത്തും. അവരെ സുവിശേഷകരായിട്ട് മാറും. അതിനുള്ള ദൈവത്തിന്റെ അഭിഷേകം അവിടെ മേൽ പകരും. എല്ലാവരും കൂടെ വിളിച്ച് പ്രാർത്ഥിച്ചേ. ഈ അമ്മയുടെ മന ശക്തി വ്യാപരിക്കുക. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പിള്ളേര് സുവിശേഷകരെ പിടിച്ചോ. യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നു. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഒരു കുടുംബത്തിന്റെ തകർച്ചയാണ്. പക്ഷെ കർത്താവിന്റെ പ്രത്യേകത, ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. നമുക്കെല്ലാവർക്കും കൂടെ ജോഷുവയ്ക്കും കാലേബിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ? പെന്തിക്കോസ് മക്കളാ പ്രിയരെ, നിങ്ങൾ ആ കൈ ഒന്ന് കോർത്ത് പിടിക്കുവോ? 22ഉം 20ഉം വയസ്സേ ഉള്ളൂ. അമ്മയ്ക്കും അപ്പനും അധ്വാനിച്ചു കൊടുക്കേണ്ട പ്രായം. ആ പ്രായത്തിൽ 2 പേരും ജയിലിൽ കിടക്കുക. മൂത്ത മകൻ 3ാമത്തെ പ്രാവശ്യം ജയിലിൽ പോകുന്നത്. കഴിഞ്ഞ ദിവസം ജയിലിൽ ചെന്നപ്പോ ജയിലിലെ അധികാരികൾ ഇവരെ കളിയാക്കി. എന്തിനാ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? ആ കുഞ്ഞുങ്ങളെ നമ്മൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കൈയൊന്ന് കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ടവരെ, യൗവനക്കാരെ, നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ദൈവം മാറ്റണം. അവര് ജയിലിൽ പോകുന്നവരായി മാറണ്ട. അവര് സുവിശേഷകരായി മാറട്ടെ. അവര് സുവിശേഷകരാകട്ടെ. അവര് സുവിശേഷകരാകട്ടെ.
അവര് സുവിശേഷകന്മാരായി മാറട്ടെ. അവര് യേശുവിന്റെ പൈതങ്ങളായി മാറട്ടെ. യേശുവിന്റെ രാജ്യത്തിനു വേണ്ടി ജീവിക്കാം. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിപ്പോൾ കോട്ടയം സെൻട്രൽ ജയിലിൽ ദൈവം ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സിനെ മാറ്റട്ടെ. ഈ അമ്മയുടെ കണ്ണുനീര് ദൈവം കാണട്ടെ. അവർക്കൊരു മാനസാന്തരം കൊടുക്കണേ. അവർക്കൊരു മാറ്റം കൊടുക്കണേ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ആ കുഞ്ഞുങ്ങൾ സുവിശേഷകന്മാരാണ്. ആ കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തെ ഉയർത്തും. ആ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കും. അവരുടെ അകത്തെ വൈരാഗ്യത്തിന്റെ സ്പിരിറ്റുകളെ ഞാന് ഇപ്പൊ പറയുക, എല്ലാം തിരിച്ചു വരും. എല്ലാം തിരിച്ചു വരും. പിന്നെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്. വീട്ടിലെ പ്രശ്നം ഞാൻ പറയാം. ഭർത്താവിന്റെ അപ്പനുമായിട്ട് സ്നേഹത്തിലല്ലായിരുന്നു. അതുപോലെ സ്നേഹത്തിലല്ല നിങ്ങളുടെ മകനും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ. സത്യം. വീട്ടിൽ കിടത്തി ഉറക്കത്തില്ല. വിഷമിക്കണ്ട. അവന് ഇവിടെ വന്ന് എലോഹിമി കൊണ്ട കിടത്തുക. എലോഹിമി ഞാൻ നോക്കും അവനെ. അവരെ ഞങ്ങളുടെ കൂടെ കൂട്ടും. അവനെ സുവിശേഷകനാക്കി ഈ ദൈവത്തിന്റെ രാജ്യം ഉയർത്താൻ ദൈവം അവനെ നടത്തുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക.